ബാക്ക് ടു മാത്സ് ട്യൂഷൻ. ഇന്ന് വിടുന്നതിലും ഡിഫറെൻ്റ് ആയിട്ടൊരു വീഡിയോ ആണ്. കുറച്ച് വീഡിയോസാണ് ഇടുന്നത്. അതിലിന്ന് ഫസ്റ്റ് ഡേ ആണ്. ഇന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്പേഴ്സ്, അങ്ങനെ നെക്സ്റ്റ് വീഡിയോയിൽ ഫ്രാക്ഷൻസ്, LCM, അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഒത്തിരിയില്ല, 10 ദിവസം വെക്കേഷനല്ലേ, കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കാം. എല്ലാവരും നന്നായി പഠിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്പേഴ്സ്, നിങ്ങളുടെ കൗണ്ടിങ് നമ്പേഴ്സ്, അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. 1 2 3 4. നാച്ചുറൽ നമ്പേഴ്സ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താ? N. അതും കൂടെ അറിഞ്ഞിരിക്കണം. 1 2 3 4 എക്സെട്ര. ഹോൾ നമ്പേഴ്സ്, W. 0 1 2 3 എക്സെട്ര. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0യും കൂടെ വന്നാൽ എന്താവും? ഹോൾ നമ്പേഴ്സ് ആവും അല്ലേ? സ്മോളസ്റ്റ് ഹോൾ നമ്പർ ഈസ് 0. ഇൻഡിജേഴ്സ്, Z. ബുക്കിൽ ഐയും ഉണ്ട് കേട്ടോ. 0യുടെ റൈറ്റിലല്ല, +1. നമ്മളിങ്ങനെ +1 എടുത്ത് എഴുതണമെന്നില്ല. 1 2 3 4 എക്സെട്ര. അത് മീൻ ചെയ്യുന്നത് +1, റൈറ്റ് സൈഡ് ഓഫ് 0. ഇനി ലെഫ്റ്റ് ഓഫ് 0 വരുന്നത് -1 -2 -3 എക്സെട്ര. നെഗറ്റീവ്, 0, പോസിറ്റീവ്. നമുക്കിവിടെ 0 എന്ന് പറയുന്നത് എന്താ? 0 ഈസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. പോസിറ്റീവ് അല്ല, നെഗറ്റീവ് അല്ലാത്ത ഒരു ഇൻറ്റിജർ ഏതാണെന്ന് ചോദിച്ചാൽ 0. 0 ഈസ് ഗ്രേറ്റർ ദാൻ എവരി നെഗറ്റീവ് ഇൻറ്റിജർ, ബട്ട് 0 ഈസ് ലെസ് ദാൻ എവരി പോസിറ്റീവ് ഇൻറ്റിജർ. നമുക്കറിയാം -3 -7. ഇതിലേതാണ് വലുതെന്ന് ചോദിച്ചാൽ, ന്യൂമറിക്കലി നമ്മൾ നെഗറ്റീവ് ഇല്ലായിരുന്നെങ്കിൽ നമുക്കറിയാം 7 ആണ് വലുത്. 3യും 7ഉം നോക്കുമ്പോൾ ഏതാ വലുത്? 7. പക്ഷെ ഇതിൻ്റെ കൂടെ മൈനസ് വന്നാലോ തിരിഞ്ഞു വരും. -3 ഗ്രേറ്റർ ദാൻ -7. ഇൻറ്റിജേഴ്സ്. നെക്സ്റ്റ്, റാഷണൽ നമ്പേഴ്സ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് Q. എ നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം P/Q. P and Q are integers. Q not equal to 0. Pയും Qയും ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. എന്നാൽ Q 0 ആകാനും പാടില്ല. -7/3 4, നാച്ചുറൽ നമ്പർ 4. അതിനെ നമുക്ക് P/Q ഫോമിൽ എഴുതാം. 4/1 അല്ലേ? ഓൾ റാഷണൽ നമ്പേഴ്സ് ആർ നോട്ട് നാച്ചുറൽ നമ്പേഴ്സ്, ബട്ട് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ റാഷണൽ നമ്പർ. നാച്ചുറൽ നമ്പറിനെയോ അല്ലെ ഹോൾ നമ്പറിനെയോ നമുക്ക് റാഷണൽ നമ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാം അല്ലേ? പക്ഷെ എല്ലാ റാഷണൽ നമ്പറും ഹോൾ നമ്പർ ആയിരിക്കണമെന്നില്ല, നാച്ചുറൽ നമ്പർ ആയിരിക്കണമെന്നില്ല. -7/3, -3/-4, ഇതെല്ലാം എന്താണ്? റാഷണൽ നമ്പറാണ്. അതേസമയം 7/0 ഇറ്റ് ഈസ് നോട്ട് എ റാഷണൽ നമ്പർ. 0യും റാഷണൽ നമ്പറാണ്. നമുക്ക് 0/7 എന്ന് എഴുതിയാൽ എന്താ? 0 അല്ലേ? അതുകൊണ്ട് 0 നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? റാഷണൽ നമ്പറായിട്ട് കൺസിഡർ ചെയ്യാം. ഇറാഷണൽ നമ്പേഴ്സ്. The numbers which are not rational is called irrational. നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് എല്ലാം എന്താണ്? ഇറാഷണൽ നമ്പർ. ഫോർ എക്സാമ്പിൾ √2, √3, ഇതെല്ലാം ഇറാഷണൽ നമ്പറിന് എക്സാമ്പിളാണ്. അതേപോലെ ഡെസിമൽ ഫോം നമ്മൾ പറയുകയാണെങ്കിൽ, റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ ഫോം
decimal form of rational numbers. ഡെസിമൽ ഫോം ഓഫ് എ റാഷണൽ നമ്പർ രണ്ട് രീതിയിൽ നമുക്ക് വരാം. ഐദർ ദേ ആർ ടെർമിനേറ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പം പോയിൻ്റ് കഴിഞ്ഞിട്ട് 2, 3, 4, 5 ഡിജിറ്റ് ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം, ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിലോ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിങ് വരാം. ഫോർ എക്സാമ്പിൾ 3.1478 സ്റ്റോപ്പായി. ഇത് ടെർമിനേറ്റിംഗ് ഡെസിമലാണ്, ഇതും റാഷണൽ നമ്പറാണ്. ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഉള്ളത്. 3.175, 175, 175 എക്സെട്ര കേട്ടോ. 3 ഡിജിറ്റ്സ് ഇങ്ങനെ ഒരേപോലെ റെക്കർ ചെയ്യുകയാണ്. നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് ഡെസിമൽ, അതും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? റാഷണൽ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ ഫോം ഏതൊക്കെ രീതി വരാം? ഐദർ ടെർമിനേറ്റിംഗ് ഡെസിമൽ ഓർ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് ഡെസിമൽ. ഇതിൻ്റെ എക്സാമ്പിളാണിത്. ഇറാഷണൽ നമ്പർ ആണെങ്കിലോ നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് ഡെസിമലായിരിക്കും. ഡെസിമൽ ഫോം ഓഫ് ഇറാഷണൽ നമ്പർ നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ്, രണ്ടും നോൺ അങ്ങനെ ഓർക്കുക. For example, 13.173400459 എക്സെട്ര കണ്ടോ. നോൺ ടെർമിനേറ്റിംഗ് ആണ്, ഒരേ ഓർഡറിൽ റെക്കറിങ് അല്ലല്ലോ. ഇങ്ങനെ വന്നാൽ നമുക്ക് എന്താ പറയാം? ഇറ്റ് ഈസ് എൻ ഇറാഷണൽ നമ്പർ. അടുത്ത് പ്രൈം നമ്പേഴ്സ്. സെവനെ നമുക്ക് 1 × 7 വേറെ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ 10 ആണെങ്കിലോ 1 × 10 അല്ലെങ്കിൽ 2 × 5. ഫാക്ടേഴ്സ് ഓഫ് 7 ഇവിടെ ഏതൊക്കെയാണ്? 1,7. ഫാക്ടേഴ്സ് ഓഫ് 10 1, 2, 5, 10 4 ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 2 ഫാക്ടേഴ്സ് ഉള്ളതിൽ തന്നെ ആ ഒരു ഫാക്ടർ ഏതാണ്? നമ്പർ ഇറ്റ് സെൽഫാണ് അല്ലേ. സെക്കൻഡ് ഫാക്ടർ ഏതാണ്? 1. പ്രൈം നമ്പർ 7 ഈസ് എ പ്രൈം നമ്പർ. എ നമ്പർ ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്. ഇതാണ് പ്രൈം നമ്പറിൻ്റെ ഡെഫിനിഷൻ. എ പ്രൈം നമ്പർ ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്, 1 ആൻഡ് നമ്പർ ഇറ്റ് സെൽഫ്. ഫസ്റ്റ് പ്രൈം നമ്പർ 2, 3, 5, 7, 11, 13, 17, 19, 23 എക്സെട്ര. ഈ 2-നൊരു പ്രത്യേകതയുണ്ട്, ഈവൻ നമ്പറാണ് അല്ലേ. ഓൾ അതർ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ്. 2 ഈസ് ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ. 2 ഈസ് ദി സ്മോളസ്റ്റ് പ്രൈം നമ്പർ. ഇതിന് 2 പ്രത്യേകതയുണ്ട്. 2 is the only even prime number and 2 is the smallest prime number. Composite number. A number has more than 2 factors. മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സ് നമ്മൾ എന്താ പറയുന്നത്? കോമ്പസിറ്റ് നമ്പർ.
സ്മോളസ്റ്റ് കോമ്പസിറ്റ് നമ്പർ ഏതാണ്? 4. 1 into 4, 2 into 2. അപ്പോൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 4. നെക്സ്റ്റ് 6, 8, 9, 10 എക്സെട്ര. ഇവിടെ സ്മോളസ്റ്റ് കോമ്പസിറ്റ് നമ്പർ 4. 10th ചോദിച്ചിട്ടുണ്ടല്ലോ, ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് സ്മോളസ്റ്റ് കോമ്പസിറ്റ് നമ്പർ ആൻഡ് സ്മോളസ്റ്റ് പ്രൈം നമ്പർ. നമുക്ക് പ്രൈം കോമ്പസിറ്റും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. നമുക്ക് പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് നമ്പേഴ്സ്. ഫസ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ, ഇപ്പം നമ്മൾ ഹോൾ നമ്പറിൻ്റെ കേസ് എടുക്കാം. ഹോൾ നമ്പേഴ്സിൻ്റെ കേസിൽ ഇപ്പോൾ ക്ലോഷർ എന്ന് പറയുന്ന വേർഡ്, പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇപ്പോൾ ഹോൾ നമ്പർ ആണെങ്കിൽ 2 ഹോൾ നമ്പർ എടുത്തു. ആ 2 ഹോൾ നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് ഒരു ആൻസർ കിട്ടുമല്ലോ. ആ കിട്ടുന്ന നമ്പറും എന്തായിരിക്കണം? ഹോൾ നമ്പർ തന്നെയായിരിക്കണം. ഇപ്പം നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ? ഏത് ടൈപ്പിലുള്ള നമ്പേഴ്സ് ആണോ നമ്മൾ ആഡ് ചെയ്തിരുന്നത്, ആ കിട്ടുന്ന ആൻസറും അതേ ടൈപ്പിലുള്ള നമ്പറായിരിക്കണം. അങ്ങനെ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോഷർ പ്രോപ്പർട്ടി. 2 ഹോൾ നമ്പർ നമ്മൾ എടുക്കുന്നു, 3ഉം 5ഉം. 3 + 5 8 ഹോൾ നമ്പർ അല്ലേ. ഇതേപോലെയാണ് മൾട്ടിപ്ലിക്കേഷനും സാറ്റിസ്ഫൈ ചെയ്യും. 3, 2 ഹോൾ നമ്പേഴ്സ്. 3 into 2, 6 is also a whole number. ഇത് രണ്ടിലും ഹോൾ നമ്പറിൻ്റെ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ ഉള്ളൂ. അതേസമയം സബ്ട്രാക്ഷൻ നോക്കാം. 2ഉം 3ഉം ഹോൾ നമ്പേഴ്സ്. പക്ഷെ 2 - 3 ചെയ്താലോ? -1. ഇറ്റ് ഈസ് നോട്ട് എ ഹോൾ നമ്പർ. ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ. A + B = B + A. അതേപോലെയാണ് മൾട്ടിപ്ലിക്കേഷൻ. A into B = B into A. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇതിന് 3 നമ്പേഴ്സ് നമുക്ക് വേണം. അഡീഷൻ ആണെങ്കിൽ A + B + C. A + B + C അഡീഷൻ. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ A into B into C = A into B into C. മൾട്ടിപ്ലിക്കേഷൻ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. A into B + C. A into B plus A into C. ഈ ഔട്ട്സൈഡ് നമ്പർ കൊണ്ട് ആദ്യം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ പ്ലസ് ആണെങ്കിൽ അവിടെ പ്ലസ് എഴുതുക. A into C. AB + AC. ഇനി അതേ സ്ഥാനത്ത് മൈനസ് ആണെങ്കിലോ A into B - C. AB - AC. Any number into 1 is equal to number itself. അല്ലേ? അല്ലേ? A + 0 is equal to A. 1 is the multiplicative identity, 0 is the additive identity. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ചിട്ടൊക്കെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന്, സ്കൂളിലെ എക്സാമിനൊക്കെ ഇങ്ങനെ ചോദിക്കാം. യൂസിങ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇവാലുവേറ്റ് 3, 4, 7, 5 into 101. 3, 4, 7, 5. 3475 into 100 + 1. നമ്മൾ ഈ 0 ഉള്ള നമ്പറുമായിട്ടാണ് നമുക്ക്
മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമുണ്ട്. ദിസ് ഇൻറ്റു 100 പ്ലസ് ദിസ് ഇൻറ്റു 1. ഫൈവ് 7 ഇങ്ങനെ. ഇപ്പോൾ ഇവിടെ 9 ആയിരുന്നു, അല്ലെ 98 ആണെങ്കിൽ 100 - 2 അങ്ങനെ ചെയ്യാം. 5 7 9 10 3 5 0 9 7 5. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ച് ഇങ്ങനെയും ചോദിക്കാം. 3 6 7 9 ഇൻറ്റു 98 പ്ലസ് 3 6 7 9 ഇൻറ്റു 2. ഇത് കോമൺ ആണല്ലേ. അപ്പോൾ കോമൺ നമുക്കങ്ങ് ഔട്ട് സൈഡ് എടുക്കാം. വിതിൻ ദ ബ്രാക്കറ്റ് 98 പ്ലസ് 2 ഇൻറ്റു 100 അങ്ങനെയൊക്കെ എടുക്കാം. നമുക്ക് ഇൻറ്റിജേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്റ്റ് ചെയ്യാം, അതും കൂടെ ഒന്ന് നോക്കാം. -7 -3 അഡീഷൻ ഓഫ് ഇൻറ്റിജേഴ്സ്. രണ്ട് സെയിം സൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഈ നമ്പേഴ്സ് അങ്ങ് ആഡ് ചെയ്യണം. എന്നിട്ട് നെഗറ്റീവ് സൈൻ അതേപോലെ കൊടുക്കും. +7 +3 നമുക്കറിയാം 10. പക്ഷെ നമ്മളിവിടെ പ്ലസ് എഴുതുന്നില്ല. സെയിം സൈൻ ആകുമ്പോൾ നമ്മൾ ആ നമ്പേഴ്സ് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പുട്ട് ദാറ്റ് സൈൻ. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്. ഇനി ഡിഫറൻറ്റ് സൈനാണ് വരുന്നതെങ്കിൽ -7 പ്ലസ് +3. വൺ നമ്പർ ഈസ് നെഗറ്റീവ്, അതർ നമ്പർ ഈസ് പോസിറ്റീവ്. നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് നോക്കണ്ട. ഇപ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക. 7 - 3. ആ വലിയ നമ്പറിൻ്റെ കൂടെയുള്ള സൈൻ എന്താണ്, മൈനസ്. Take the difference and put the sign of the larger number. -4. 10 - 4 6. A large number 10 positive. Answer positive 6. Subtraction നോക്കാം. Subtraction of integers. 3 - -7. നമ്മൾ ഈ ഫസ്റ്റ് നമ്പർ അതേപോലെ എഴുതുക. സബ്ട്രാക്ഷൻ എന്നുള്ളത് പ്ലസ്, അഡീഷൻ എഴുതുക. അത് കഴിഞ്ഞ് വരുന്ന ഈ നമ്പറിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. -7ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ +7. രണ്ടും പോസിറ്റീവ് സൈൻ ആഡ് ചെയ്യുക, പോസിറ്റീവ്. -11 -5 -11 പിന്നെ പ്ലസ്. +5ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താ, -5. ബോത്ത് ആർ നെഗറ്റീവ് അല്ലേ, രണ്ട് നെഗറ്റീവ് ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ. മൾട്ടിപ്ലിക്കേഷനിൽ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, പോസിറ്റീവ് തന്നെ വരും. അതുപോലെ നെഗറ്റീവ് നമ്പർ ഇൻറ്റു നെഗറ്റീവ്, ദാറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, അവിടെ നമുക്ക് നെഗറ്റീവാണ്. ഇവിടെ ലാർജ് നമ്പർ അങ്ങനെയൊന്നുമില്ല. ഒരു നെഗറ്റീവ് ഇൻറ്റിജറും പോസിറ്റീവ് ഇൻറ്റിജറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എപ്പോഴും ആൻസർ എന്തായിരിക്കും, നെഗറ്റീവ്. 3 × 2 പോസിറ്റീവ് 6. -3 ഇൻറ്റു -2, രണ്ട് നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവ് 6. -3 ഇൻറ്റു പോസിറ്റീവ് 2 -6. സെയിം റൂൾ തന്നെയാണ് നമ്മൾ എന്തിന് ഡിവിഷൻ അപ്ലൈ ചെയ്യുന്നത്. -10 ഡിവൈഡഡ് ബൈ -2, നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ്. -10 ഡിവൈഡഡ് ബൈ +2, -5. 10 ഡിവൈഡഡ് ബൈ 2, ബോത്ത് ആർ പോസിറ്റീവ്. എപ്പോഴും ആൻസർ എന്താണ്, പോസിറ്റീവ്. നെക്സ്റ്റ് വീഡിയോയിൽ LCM, ഇതിൽ LCM ഓഫ് നമ്മൾ സാധാരണ നമ്പേഴ്സിൻ്റെ LCM
LCM, HCF 2 മെത്തേഡിലും, പിന്നെ അതുപോലെ LCM ഓഫ് ഫ്രാക്ഷൻസ് കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ. കാരണം ചില എക്സാമിനൊക്കെ LCM ഓഫ് ഫ്രാക്ഷൻസും ചോദിക്കാറുണ്ട്, RRB പോലെയൊക്കെ ഉള്ളതിൽ. LCM ഓഫ് ഫ്രാക്ഷൻസ്, HCF ഓഫ് ഫ്രാക്ഷൻസ്, അപ്പോൾ അതിൻ്റെ കൂടെ അതും നോക്കാം. ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും താങ്ക്സ്. താങ്ക് യു.